നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെടികൾക്ക് സാധാരണ ചാലിട്ട് നനയ്ക്കാറുണ്ട്, ഓസ് വെച്ച് നനയ്ക്കാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. കുറേ ടൈം കൺസ്യൂമിങ് ആണ്, വെള്ളം കുറേ ചിലവാകും, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സാധാരണ ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷന് നമുക്ക് എന്തൊക്കെ ആക്സസറീസ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു സിപ്പപ്പിൻ്റെ കവർ പോലത്തെ ഒരു പൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് നമ്മൾക്ക് ലോ കോസ്റ്റ് ആയിട്ട് വരുന്നത്. കമ്പനി പറയുന്ന ഒരു 5 വർഷമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് ഹോൾസ് ഉള്ളതും വരുന്നുണ്ട്, ഹോൾസ് ഇല്ലാത്തതും വരുന്നുണ്ട്. 30 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ ഹോൾസ് വരുന്നുണ്ട്, 40, 60 അങ്ങനെ കമ്പനി പലതും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ഹോൾസ് ഉള്ളതുണ്ട്, ഹോൾസ് ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ നമ്മൾ വാഴയ്ക്കാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളിത് ഹോൾസ് ഇല്ലാത്തതാണ് മേടിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമ്പോൾ നമ്മൾ ഹോൾസ് ഇടും. ഏത് പോയിന്റിലാണ് ആവശ്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഹോൾസ് ഇടും. അപ്പോൾ ഇതിൻ്റെ അക്സസറീസ് ഇത് 1000 മീറ്ററാണ് ഈ ഒരു റോളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ MRP 2340 രൂപയാണ് ഈ 1000 മീറ്ററിന് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ പലതരം കണക്ടറുകൾ, ഓരോ പോയിന്റിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ആക്സസറീസും എങ്ങനെയാണ് യൂസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ സപ്ലൈക്ക് വേണ്ടി 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ പറമ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ്. അപ്പോൾ ഈ PVC പൈപ്പിൻ്റെ 2 അറ്റം നമ്മൾ അടയ്ക്കണം. അടച്ചിട്ട് PVC പൈപ്പിൻ്റെ ഓരോ ഇതിലും നമ്മൾ ഹോൾ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പൈപ്പ് കയറ്റുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ എൻഡ് ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പശ തേച്ചിട്ട് ഇതിൻ്റെ 2 എൻഡ് നമ്മൾ അടയ്ക്കുക. നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് പറമ്പിൽ കറക്റ്റായിട്ട് സപ്ലൈ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പൈപ്പുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ട് മെയിൻ സപ്ലൈ കറക്റ്റ് ചെയ്താലേ നമുക്ക് ഡ്രിപ്പിൻ്റെ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പശ തേച്ച് നമ്മൾ ഇത് ജോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ജോയിൻ്റായി, കണ്ടില്ലേ? ഈ അറ്റം തൊട്ട് അറ്റം വരെ സംഭവം ജോയിൻ്റായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡ്രിപ്പ് കണക്ട് ചെയ്തെടുക്കാം. ചെറിയ പൈപ്പുകളിലായിട്ട് വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഹോള് ഇടുക. നമ്മുടെ വാഴ നിൽക്കുന്നത് കറക്റ്റ് ലെവലിലാണ്, കണ്ട? ഈ ലെവലിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ കടക്കിലേക്ക് വെള്ളം പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ PVCയിൽ ഹോൾ ഇടുന്നു. ആ ഹോൾ ഇടുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് PVC ഹോൾ ചെയ്യാനുള്ള ടൂൾസ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങുന്നതാണ്. ഈ ഡ്രിപ്പ് അയച്ചു തരുന്ന കമ്പനിയിലാണ്. ഇതിന് അറൗണ്ട് 200 ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് തുളയ്ക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ PVCയിൽ ഒന്ന് അമർത്തിയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കും തോറും അത് ഹോളായിട്ട് വരും. കണ്ട, ഹോളായി കണ്ട. നമ്മൾ ഈ ടൂൾസിന് എടുത്ത് കളയും. അപ്പോൾ നമ്മൾ PVC ഹോൾ എടുത്തു. ഇനി ഹോളിൽ ഒരു വാഷ് ഇടണം. നമ്മൾക്ക് ഡ്രിപ്പിൻ്റെ പൈപ്പ് ലൈൻ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാഷ് ഉണ്ട്, അതാണ് ഈ വാഷ്. അപ്പം നോക്കുക, നമ്മൾ ഈ ഹോളിലേക്ക് ഈ വാഷ് കടത്തിയിടുക.
കുറച്ച് ടൈറ്റ് ഉണ്ട്, എന്നാലും കറക്റ്റായിട്ട് അത് ഇട്ടു. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഇടുന്നു കണ്ട. ഇനി നമ്മളിത് ഈ PVC-ന്ന് ഈ ഡ്രിപ്പിൻ്റെ ഈ ലൈനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നൊരു ഇതാണ്, കൺജങ്ഷനാണത്. ഇതുമേ ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കണ്ട് കയറ്റിയിടുക. ഇതിൽ വേറെ ഒന്നുമില്ല, അത് ജസ്റ്റ് ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ കയറ്റിയിട്ടിട്ട് ഈ ഭാഗം ഇങ്ങനെ, ഇതൊരു ക്യാപ്പാണ്, ഇതിങ്ങനെ കൊണ്ട് വലിക്കാം. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാവും. ഇപ്പം ഇത് ലോക്കായി. ഇനി ഇതിലേക്ക് നേരിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ PVC-യുടെ കണക്ട് ചെയ്ത ഡ്രിപ്പ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ എൻഡ് ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോ ചെടിയുടെയും കടക്കിൽ കൂടെ ഈ ഡ്രിപ്പ് ലൈൻ എടുത്ത് വന്നു. ഇനി ഈ ഡ്രിപ്പ് ലൈൻ നമ്മളൊരു ക്ലോസർ ഇട്ട് ക്ലോസ് ചെയ്യണം. ക്ലോസർ ഇങ്ങനത്തെയാണ് ഇത് വരുന്നത്. ഇത് ഇങ്ങനെ അമർത്തിയിട്ട് നമ്മളിത് ഇങ്ങനെ മെല്ലെ വലിക്കും. കണ്ട, ഇത് ലോക്കായി. നമ്മൾ എൻഡ് ക്യാപ്പ് ഇട്ട ആ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, അത് ഒരു കുറ്റിയമ വെച്ച് കെട്ടുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നിൽക്കും, സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ വെള്ളം വളരെ ഈസി ആയിട്ട് അതിൽ കൂടെ ഫ്ലോ ആവും. അപ്പോൾ നമ്മുടെ ഡ്രിപ്പിൽ കൂടെ വെള്ളം നമ്മൾ കടത്തി വിട്ടു കേട്ടോ. വെള്ളം കടത്തി വിട്ടു, അത് വീർത്തിരിക്കുന്നുണ്ട. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ വാഴയുടെ കടക്കിലേക്കാണ് നമുക്ക് വെള്ളം പോകേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഒരു കോമ്പസ് എടുത്തു, ഡിവൈഡർ എടുത്തു. ഡിവൈഡർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം. കണ്ട, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കടക്കിലേക്ക് വന്ന വെള്ളം നനഞ്ഞോളൂ. അങ്ങനെ നമ്മൾ ഓരോ ചെടിയുടെ കടക്കിലേക്കും വെള്ളം കടത്തി വിടുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കാര്യം എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡ്രിപ്പ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇനി ഇതിൽ കൂടെ തന്നെ നമുക്ക് വളം വിട്ടാലോ? വളം നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഡ്രിപ്പ് വഴി തന്നെ വിടാം. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ഇങ്ങനെ വിടുമ്പോൾ അത് അരിക്കണം. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വെള്ളത്തിൽ, മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രിപ്പ് ബ്ലോക്ക് ആവും. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോയിൽ വെഞ്ചുറി സിസ്റ്റം, അതായത് വളം എങ്ങനെ ഡ്രിപ്പിൽ കൂടെ വിടാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫിൽറ്ററും കൂടിയും ഫിറ്റ് ചെയ്യുന്ന ഒരു രീതി കൂടി നമ്മൾ കാണിക്കും. ഓക്കെ, അതോടുകൂടി നമ്മൾ ഡ്രിപ്പിൻ്റെ ഒരുവിധം ആവും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.